ഇനി നമുക്ക് ഈ ഡ്യൂഡ്ലിംഗ് ആയിട്ട് ചെയ്ത് നോക്കാം. അതിന് ഫസ്റ്റ് 2 സെമി സർക്കിൾ വരച്ചു കൊടുക്കുക. ഒന്ന് കുഞ്ഞതും അതിൻ്റെ മേളിൽ കൂടെ വേറൊരെണ്ണവും, പിന്നെ അതിൻ്റെ മേളിൽ കൂടെ വീവി ആയിട്ടുള്ളൊരു സെമി സർക്കിളൂടെ വരച്ചു കൊടുക്കുക. ഈ പാറ്റേൺ കൊണ്ട് നമുക്ക് നമ്മുടെ ഷീറ്റ് ഫുൾ കവർ ചെയ്യാം. അങ്ങനെ കവർ ചെയ്ത് വരുമ്പോഴത്തേന് നമ്മുടെ പാറ്റേൺ റെഡിയാവും. ദെൻ അടുത്ത് വരുന്നത് ഇതിൻ്റെ കളറിങ് പാർട്ടാണ്. നിങ്ങൾക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഷെയ്ഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഓറഞ്ച്, ദെൻ ഒരു പീച്ചി അല്ല ബട്ട് ഒരു റോസ് പീച്ച് ഷെയ്ഡ്, ദെൻ ഒരു യെല്ലോ ഷെയ്ഡ്. ഇത് ചെയ്തതിന് ശേഷം ഞാൻ ആ പീച്ച് ഷെയ്ഡ് കൊടുക്കുന്നത് നടുക്കത്തെ സർഫസിനാണ്. ആ നടുക്കത്തെ സർഫസിൽ ഞാൻ ലൈൻസ് പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലൈൻസിന് പകരം അതിനകത്ത് സർക്കിൾസ് വേണമെങ്കിലും വരച്ചു കൊടുക്കാം. ഇതിൽ യൂസ് ചെയ്തേക്കുന്ന സ്കെച്ച് ബുക്സോ ബ്രഷ് പെൻസോ അതോ നിങ്ങൾക്ക് ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാഷി ടേപ്സോ കവായ് സ്റ്റിക്കേഴ്സോ വേണമെങ്കിൽ നമ്മുടെ പേജ് ചെക്കൗട്ട് ചെയ്തിട്ട് ജസ്റ്റ് DM ചെയ്താൽ മാത്രം മതി. ഞാൻ എന്നിട്ട് ബ്ലാക്ക് വെച്ചിട്ട് അതിൻ്റെ ഔട്ടർ ലൈനൊന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഹൈലൈറ്റ് കിട്ടും. അങ്ങനെ നമ്മളെല്ലാം ചെയ്ത് വരുമ്പോഴത്തേന് നമ്മൾ കളർഫുള്ളായിട്ട് ഡൂഡ്ലിംഗ് ആയിട്ട് കംപ്ലീറ്റ് ആവും.